തൃശൂരിലെ പടക്കശാല ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പടക്കശാല അപകടം അന്വേഷിക്കും. അപകടം പ്രത്യേക ദുരന്തമായി മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും 6 മാസത്തെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടായി. ഇതിൻ്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRFൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRFൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കില്ല എന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. 2 ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. നാളെ ഇത് സംബന്ധിച്ച യോഗം ചേരുമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാരിടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായി സൂചിപ്പിക്കാറുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്ത് എത്തി. അപകട സമയത്ത് 34 പേർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നാളെയും തെരച്ചിൽ തുടരാനാണ് തീരുമാനം. 18 അംഗ സംഘം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ശ്രീ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 പേഴ്സൺസ് ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി നേരത്തെ അവർക്കൊരു പരിക്കില്ലാതെ. 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് ശുശ്രൂഷന് ശേഷം ദേ ഹാവ് ഗോൺ ബാക്ക് ടു ദർ ഹോംസ്. നൗ വി ഹാവ് ഫോംഡ് മേജർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹിയർ. 18 ടീംസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. ടു ടേക്ക് കെയർ ഓഫ് ദിസ് സൈറ്റ് ഹിയർ വി ഹാവ് one particular special team. And another team has been formed under the for the investigation purpose
നമ്മുടെ ACP ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് ഹാവ് ബി ടേക്കൻ ദെയർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. TG സജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. സജിത്ത്, അവിടെ വളരെ കൃത്യമായി മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് തന്നെ കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് കാണുമ്പോൾ സന്തോഷം. അതിനപ്പുറത്തേക്ക് ഈ അപകടം ഉണ്ടായ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 42 പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ അത് 34 പേർ എന്നാണ് പോലീസ് പറയുന്നത്. ഈ തെരച്ചിൽ ഇനിയും തുടരുകയാണോ? കൂടുതൽ മരണസംഖ്യ വരാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ടോ സജിത്ത്? എൽദോ, എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് എൽദോ സൂചിപ്പിച്ചതുപോലെ ആദ്യം 42, ഇപ്പോൾ 34 എന്നൊരു നമ്പർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പോലീസാണ്. സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് 34 പേരാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നത്. അപ്പോഴാണ് ആ 34 പേർ അപകടത്തിൽപ്പെട്ടോ എന്നൊരു ആശങ്കയിലേക്ക് പോകുന്നത്. എന്തായാലും എത്ര പേർ അപകടത്തിൽപ്പെട്ടു, ഈ അപകടത്തിൻ്റെ എത്ര വലിയ വ്യാപ്തിയുണ്ട്, അപകടത്തിൻ്റെ കാരണം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ്. ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സാധ്യമല്ലെന്ന കാര്യം മന്ത്രിമാരും ഒപ്പം തന്നെ പോലീസ് അടക്കമുള്ളവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. നാളെയും സ്ഥലത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഈ കടാവർ ഡോഗ്സിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നാളെയും തുടരും. അത്തരത്തിൽ സ്ഥലത്ത് പരിശോധന നടക്കുന്ന ഒരു വശത്ത്, മറിച്ച് രണ്ടാമത്തെ കാര്യം അപകടത്തിന് കാരണമായത് എന്ത് സംഭവം, ഏത് രീതിയിലാണ് അപകടമുണ്ടായത്, എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ, അത്തരം സൂചനകളൊക്കെ ഇപ്പോഴും ചിലതൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണവുമില്ല. ചൂട് കൂടിയത് മാത്രമാണോ അപകടത്തിന് ഇടവെച്ചത്, മറ്റെന്തെങ്കിലും പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു 18-അംഗ ടീം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് റബാഡ ചന്ദ്രശേഖർ ഇന്ന് അവിടെ സന്ദർശിച്ച ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വസ്തുത. അതിലേക്ക് അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് എന്നാണ് സാഹചര്യം. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ആ മേഖലയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ ചേർന്ന് തീരുമാനമെടുത്തത്. 1, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 2, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതാണ്. CN രാമചന്ദ്രൻ നായർ തന്നെ ഈ വിഷയവും അന്വേഷിക്കും. മുമ്പും സമാനമായ ചില സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് CN രാമചന്ദ്രൻ. അദ്ദേഹവും ഈ ചുമതല ഏറ്റെടുക്കുമെന്ന കാര്യം അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വ്യക്തത വരട്ടെ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അപകടം സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നു എന്ന സാഹചര്യം മുന്നിലുണ്ട്. അപകട കാരണം സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല, അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ചും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. സജിത്ത്, ഈ അപകടത്തിന്റെ സാഹചര്യം എങ്ങനെയാണ് ആ ഒരു തീ ഉണ്ടായത്? ഇപ്പോൾ ഇന്നലെ രക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ വെയിലിന്റെ കാഠിന്യം കൊണ്ട് ഒരു ലെൻസിൽ ഉണ്ടാവുന്ന പരിണാമം പോലെ തീ ഉണ്ടായതാകാം എന്ന് പരിചയസമ്പന്നനായിട്ടുള്ളൊരു പടക്ക നിർമ്മാണ തൊഴിലാളിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച അത്തരത്തിലൊക്കെയാണ് ആയിരിക്കാമെന്ന്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഏതെങ്കിലും സൂചനകൾ ഈ പോലീസ് നൽകുന്നുണ്ട്? അത്തരം സൂചനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ എൽദോ ഇതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എൽദോ സൂചിപ്പിച്ചത് വിൽസൺ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതിൻ്റെ വീഡിയോ അടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. താൻ ഇനി ജോലിയിലേക്ക് പോലും ഇല്ല എന്നതൊക്കെയാണ് ഈ അപകടത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്. താൻ ഓടി മാറുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാനായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. അദ്ദേഹവും പറയുന്നത് അപകട കാരണം സംബന്ധിച്ച അവ്യക്തതകളാണ്. ഒരുപക്ഷെ ചൂട് കൂടിയത് അപകടത്തിന് കാരണമായേക്കാം. മറ്റ് അട്ടിമറി സാധ്യതയൊന്നും അദ്ദേഹവും മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ചൂട് കൂടുമ്പോൾ ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്തുകൊണ്ടാണ്, അതിൻ്റെ മുൻകരുതൽ ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്, മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ജോലിക്കാരാണ്, അവർക്ക് എന്തുകൊണ്ട് ഈ സാധ്യത മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല? മറ്റൊന്ന്, അപകടമുണ്ടായപ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും രക്ഷാ സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ അടക്കം ഒരുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇങ്ങനെ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇന്ന് കൊച്ചിയിൽ നിന്നും നമ്മോട് പ്രതികരിച്ച ഈ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമായ പുറ്റിങ്ങൽ ദുരന്തത്തിൽ അന്വേഷിച്ച AV ഗോപിനാഥ് കമ്മീഷൻ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ താൻ കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇനി ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നടപടികളും, പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് വീണ്ടും അപകടമുണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എങ്ങനെയെന്ന കാരണത്തിലേക്കൊക്കെ വിശദമായ അന്വേഷണം കടന്നു പോവേണ്ടതുണ്ട്. സജിത്ത് സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് നമ്മൾ ആ അപകടം നടന്ന സ്ഥലത്തെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഒറ്റപ്പെട്ട വിജനമായ
മനോഹരമായിട്ടുള്ള ഒരു പാടത്തിന്റെ നടുവിലാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും അവിടേക്ക് ഒരു അപകടം മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു വഴി പോലും ഇല്ല. ആ രക്ഷാദൗത്യത്തിൽ വലിയ പ്രതിസന്ധി ആദ്യമായത് ഫയർഫോഴ്സിന് നേരിട്ട് അവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ബണ്ട് പൊട്ടിച്ച് മതിൽ പൊട്ടിച്ചൊക്കെയാണ് ആ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് പോലും എത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് വേണ്ടേ ഈ ഇത്തരം പടക്ക നിർമ്മാണശാലകൾ ക്രമീകരിക്കാൻ പോലും? വലിയ ചോദ്യമാണ് എൽദോ ഇത് ഉയർത്തുന്നത്. കാരണം ഇനി ഇത്തരം പടക്കം വെടിക്കെട്ട് വേണം, നമുക്ക് ആവശ്യമാണോ എന്ന ചോദ്യം പോലും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പ്രസക്തമായി ഉന്നയിക്കപ്പെടുകയാണ്. പൊതുസമൂഹം തന്നെ അത് ഉന്നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. കരിയും കരിമരുന്നും നമുക്ക് ആവശ്യമാണോ എന്ന ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. ഇതൊക്കെ വലിയ ചർച്ചകൾക്ക് വിധേയമാവേണ്ടതാണ്. കോടതികളുടെയും പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ദേവസ്വങ്ങളുടെയും ഇതിൻ്റെ സംഘാടകരുടെയും ഒക്കെ പൊതുവായ അഭിപ്രായം ഇതിൽ രൂപപ്പെട്ടു വരേണ്ടതുമാണ്. പക്ഷേ നമുക്ക് മുന്നിൽ ഈ അപകടങ്ങൾ നൽകുന്ന ഒരു ചോദ്യം അതാണ്. മനുഷ്യജീവൻ വെച്ച് പന്താടുന്ന ഇത്തരം വെടിക്കെട്ടുകൾ നമുക്ക് ആവശ്യമാണോ എന്നതാണ്. നമ്മൾ സമീപ നാളുകളിലാണ് തമിഴ്നാട്ടിലെ വിരുദനഗറിൽ സമാനമായ മറ്റൊരു തരത്തിലുള്ള ഒരു അപകടം, വെടിക്കെട്ടാണ് അവിടെയും വില്ലനായത്, അവിടെയും പടക്ക നിർമ്മാണശാലയാണ് അവിടെയും വില്ലനായത്. ഒരു അപകടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വയം വിളിച്ചു വരുത്തുന്ന അപകട തുരുത്തുകളായി ഇത് മാറുന്നു എന്നതാണ്. ഇതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ല, ഇത് ആഘോഷമാണ്. അപ്പോൾ ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കിക്കൂടെ എന്ന കാര്യം വീണ്ടും പ്രസക്തമാവുകയാണ്. അതാണ് നിലവിലുണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഇത് ചർച്ചകൾ വീണ്ടും ശക്തമായി ഉയർന്നു വരികയാണ്. ഇതിന് നിയന്ത്രണം വേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. എന്തായാലും പൂരമടക്കമുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ, തൃശ്ശൂർ പൂരമടക്കമുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ സംഘാടകർക്ക് മുന്നിലേക്ക് ഉയർന്ന ചോദ്യം കൂടി ഇത് മാറുകയാണ്. മുമ്പും പലവട്ടം ഇടപെടലുകൾ ഉണ്ടായതാണ്. നമുക്കറിയാം, ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയുടെ ചില ചിട്ടവട്ടങ്ങളും മാനദണ്ഡങ്ങളും വന്നപ്പോൾ ഉണ്ടായ വലിയ എതിർപ്പുകളും മറ്റും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായി ഈ സാഹചര്യത്തിലും അതൊന്നുകൂടി ഉയരുകയാണ്. മാത്രമല്ല, ഈ പുറ്റിങ്ങൽ അപകടം പോലെയുള്ള വലിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സുരക്ഷയിലേക്ക് ഈ പാളിച്ച സംഭവിച്ചത്? അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യം. കാരണം ഇതുവരെയും അപകടം സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരു അട്ടിമറി അല്ല ഉണ്ടായതെങ്കിൽ നമ്മുടെ പിഴവുകൾ തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക, ചർച്ച ചെയ്യപ്പെടുക എന്നത് ഉറപ്പാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട പിഴവുകൾ മുമ്പും പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനിടയിലേക്കാണ് വീണ്ടും മറ്റൊരു സംഭവം കൂടി നടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത് ഒരു വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള അപകടമാണെങ്കിൽ അതിൻ്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിക്കും. എന്തായാലും ഇത് വെടിക്കെട്ട് ശാലയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്, അതിൻ്റെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലാണ് അപകടം ഉണ്ടാവുന്നത് എന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇവിടെ സംഭവിച്ച പിഴവ് എന്താണ് എന്ന കാര്യത്തിൽ വലിയ പരിശോധന ആവശ്യമാണ്. കമ്മീഷൻ്റെ പരിശോധനകൾ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ നമുക്ക് മുന്നിൽ ഉയർന്ന ഒരു ചോദ്യമാണ്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ അത് വെറും ഒരു പ്രഹസനമായി പോകുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള അനുഭവം. അത് പലവട്ടം പല രീതിയിൽ മാധ്യമങ്ങൾ പല കാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് മുന്നിലേക്ക് വീണ്ടും അത്തരം വിഷയങ്ങൾ തന്നെ വീണ്ടും ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ടി ജി സൈത്ത് സൂചിപ്പിച്ചതുപോലെ മുൻ അനുഭവങ്ങൾ നമുക്ക് പാഠമാകുന്നുണ്ടോ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ആവർത്തിച്ച് ഉയരപ്പെടുന്ന ചോദ്യങ്ങൾ. കരിയും കരിമരുന്നും വേണ്ട എന്നുള്ള വലിയ ക്യാമ്പയിൻ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്, ആഘോഷങ്ങൾക്ക് അത്തരത്തിലുള്ള ശൈലി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്, പക്ഷേ അത് ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള വെടിക്കോപ്പുകൾ കൊണ്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.